ഇന്ന് നമ്മൾ പപ്പടക്കറിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതൊക്കെ. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് പപ്പടം തന്നു വിടുമ്പോൾ തണുത്ത് പോവില്ലേ? അപ്പോൾ ആ തണുത്ത പപ്പടം എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് കറി ഉണ്ടാക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ടാണ് കുക്കിംഗ് ഒക്കെ തുടങ്ങിയത്. പണ്ട് അച്ഛൻ കല്യാണത്തിനൊക്കെ വിളമ്പാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പം കൊണ്ടുവരാവുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അതിൻ്റെ കൂടെ പപ്പടം ഉണ്ടായിരിക്കും. അപ്പോൾ പപ്പടം കൂട്ടിലിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. 2 ദിവസം കഴിയുമ്പോൾ അത് ചിലപ്പോൾ തണുത്തൊക്കെ പോകും. അപ്പോൾ എന്നാലും ഞാൻ കഴിക്കും കേട്ടോ, വേറെ ആരും കഴിച്ചില്ലെങ്കിലും. അപ്പോൾ തണുത്ത പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം എങ്ങനെ തന്നാലും ഞാൻ കഴിക്കും. അപ്പോൾ അങ്ങനെ പപ്പടം എല്ലാം റെഡിയാക്കി എടുത്തു. പിന്നെ ലാസ്റ്റ് എനിക്കിത് സെറ്റാവുമോ എന്ന് ഡൗട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും 3 മുട്ടയുടെ ഉണ്ണി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അനിയൻ ഉണ്ണി കഴിക്കത്തില്ല മുട്ടയുടെ. അപ്പോൾ അതും കൂടി ചേർത്ത് ഞാനങ്ങ് സെറ്റാക്കി എടുത്തു. ഉണ്ണി മധുരമാക്കി അങ്ങ് എടുത്തു എന്ന് പറയാൻ വേണമെങ്കിൽ. പിന്നെ ഉണ്ടാക്കാൻ ഇത് വലിയ പാടൊന്നുമില്ല കേട്ടോ. ചിക്കൻ കറിയുടെ റൂട്ട് അങ്ങ് പിടിച്ചു പോയാൽ മതി. ചിക്കൻ ഇടുന്നതിന് പകരം പപ്പടം കീറിയിട്ടിട്ടാൽ മതി. പിന്നെ ആ ഉണ്ണി, മുട്ടയുടെ ഉണ്ണി ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ബിരിയാണി ചോറ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂട്ടി അങ്ങ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.